बहुते तुम्ही मा शक्ती, हृदये तुम्ही मा भक्ती, तुम्हारी प्रतिमा गड़ी मंदिरे मंदिरे. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പതാക ഉയർത്തുന്നു. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ നടക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്നുകൂടി ചർച്ച മുറുകാൻ സാധ്യതയുണ്ട്. കാര്യം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പരേഡിൽ വന്ദേ മാതരം ചൊല്ലിയിട്ടില്ല. നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരുന്നു, അത് സാധാരണഗതിയിൽ അതിൻ്റെ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ളത് കാണാൻ പറ്റും. അതിന് ഒരുപാട് സമയമൊന്നുമില്ലല്ലോ. മറ്റന്നാൾ 2 ദിവസം മുമ്പ് നടന്നതാണ്, മറ്റന്നാൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. കൃത്യമായ രീതിയിൽ നിലപാട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ദേ മാതരം പാടിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ചാനലിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പാടേണ്ടതുണ്ടോ, എന്താണ് അതിൻ്റെ നിയമവശം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ പത്രത്തിന് റിപ്പോർട്ട് കൊടുക്കുന്നതോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിൻ്റെ നിയമവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് 3 നിയമങ്ങൾ വരുന്നുണ്ട്. അതിലൊന്ന് യൂണിയൻ ലിസ്റ്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ലിസ്റ്റ്, മൂന്നാമത്തെ കൺകറൻറ്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാവുന്നതും അതേപോലെ തന്നെ അവരുടെ ആ വ്യവസ്ഥയ്ക്ക് അപ്പുറം ചെയ്യാൻ പറ്റാത്തതുമായിരിക്കുന്ന നിയമമാണ് ഈ യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്. അത് പ്രതിരോധം, വിദേശം, റെയിൽവേ, തപാൽ, കറൻസി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒറ്റ നിയമമാണ് രാജ്യത്ത്. അതിൽ സംസ്ഥാനത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു നിയമങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. സ്റ്റേറ്റ് ലിസ്റ്റിന് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട നിയമവ്യവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നിയമനിർമ്മാണ സഭയാണല്ലോ, അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിക്കായിട്ട് സാധിക്കും. അത് കൃത്യമാണ്. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു ലിസ്റ്റുണ്ട്. അത് 2 കേന്ദ്രവും സംസ്ഥാനവും തുല്യമായ രീതിയിൽ നടപ്പിലാക്കേണ്ട വിഷയങ്ങളാണ്. അത് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്, സമയക്കുറവുള്ളതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ 3 ലിസ്റ്റാണുള്ളത്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയമസഭ നിയമം നടപ്പിലാക്കുന്നു, ഈ പാർലമെൻറ്റ് നിയമം നടപ്പിലാക്കുന്നു. അപ്പോൾ ആ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് വേണമെങ്കിൽ ചെല്ലാം, വേണമെങ്കിൽ ചെല്ലാതിരിക്കാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രപരമായിരിക്കുന്ന ഒരു പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. പിന്നീട് അതിൻ്റെ ചരണങ്ങൾ 6 ചരണങ്ങളാണുള്ളത്. അത് പ്രധാനമായി 2 ചരണങ്ങളാണ് ചെല്ലാറുള്ളത്. അതിന് ശേഷിക്കുന്ന 4 ചരണങ്ങൾ വേറെയുണ്ട്. മൊത്തം 6 ചരണങ്ങൾ എന്തൊക്കെ ഈ ലക്ഷ്യം വെക്കുന്നുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ആശയങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ്. ബംഗാളി എഴുത്തുകാരനായ ബങ്കിം ചന്ദ്ര ചോട്ടോപാധ്യായ എന്ന് പറയുന്ന ബംഗാളി കവിയാണ് ഈ ഗാനം രചിച്ചത്. വന്ദേ മാതരം 1875 നവംബർ 7-ാം തീയതി വന്ദേ മാതരം ബംഗദർശൻ എന്ന സാഹിത്യ മാസികയിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചു. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ വന്ദേ മാതരം ആലപിക്കുകയും ചെയ്തു. ആദ്യത്തെ പൊതു രാഷ്ട്രീയ ആലാപനമായ ചരിത്രത്തിൽ ഈ പറയപ്പെട്ടത് 1896 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വന്ദേ മാതരമാണ് ഇപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയപരമായി ആദ്യം ചെല്ലപ്പെട്ടത് അന്നാണ് എന്ന് ചുരുക്കം. 1947 മുതൽ 2025 വരെ വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രമാണ് ചൊല്ലിയിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ. ശേഷിക്കുന്ന 4 പിന്നീട് ചൊല്ലിയിട്ടില്ല എന്ന് ചുരുക്കം. പിന്നീട് 2025 നവംബർ മാസം 7-ാം തീയതി 15ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി 6 ചരണങ്ങളുള്ള വന്ദേ മാതരം കൂട്ടമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അതോടുകൂടിയാണ് പിന്നീട് ഇത് ചർച്ചാ കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ചുരുക്കം. ഇത്രയും കാലം ഇല്ലാത്തത് പുതിയ ഒന്ന് നടപ്പിലാക്കുകയാണ് BJP ചെയ്തത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആരോപണം. മറ്റുള്ള പാർട്ടിക്കാരും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ മാതാവേ നിന്നെ ഞാൻ വണങ്ങുന്നു എന്നുള്ളതാണ് അതിൻ്റെ മലയാള അർത്ഥം. ആദ്യ 2 ചരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ പ്രകൃതി സൗന്ദര്യവും സമൃദ്ധിയും മാതൃഭൂമിയുടെ സ്നേഹവുമാണ് പ്രകടിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ ഭാഗങ്ങൾ 1 മുതൽ 6 വരെ 2 ചരണങ്ങൾ സാധാരണഗതി ചെല്ലുന്നതും 4 ചരണങ്ങൾ ഇപ്പോൾ ചെല്ലണമെന്ന് നിർബന്ധിക്കുന്നതുമായ കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇതിലെ 1-ാമത്തെ ചരണം ഇങ്ങനെയാണ് വരുന്നത്. സുജലാം സുഫലാം മലയജ ശീതളാം ശസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. അത് 1-ാമത്തെ ചരണമാണ്. അതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ്? ധാരാളം ജലസമ്പത്തുള്ള, സമൃദ്ധമായ ഫലങ്ങൾ നൽകുന്ന, മലനിരകളിൽ നിന്നുള്ള തണുത്ത കാറ്റിനാൽ ശീതളമായ പച്ച പിടിച്ച
വിളകളാൽ മനോഹരമായ മാതൃഭൂമിയെ നിന്നെ ഞാൻ വണങ്ങുന്നു. രണ്ടാമത്തെ ചരണം ശുഭ്രജോത്സന പുലകിതയാമിനീം ഫുല്ല കുസുമിത ദ്രുമദള ശോഭിനീം സുഹാസിനീം സുമധുരഭാഷിണീം സുഖതാം വരതാം മാതരം വന്ദേ മാതരം. അതിൻ്റെ അർത്ഥം വെളുത്ത നിലാവിൻ്റെ പ്രകാശത്തിൽ ആനന്ദഭരിതമാകുന്ന രാത്രികളുള്ള പൂക്കൾ വിരിഞ്ഞ മരങ്ങളും ഇലകളും കൊണ്ട് മനോഹരമായ പുഞ്ചിരിയോടെ സന്തോഷം പകരുന്ന മധുരമായി സംസാരിക്കുന്ന സുഖവും അനുഗ്രഹവും നൽകുന്ന മാതൃഭൂമിയെ നിന്നെ ഞാൻ വണങ്ങുന്നു. ഈ രണ്ട് ചരണങ്ങളാണ് സാധാരണഗതിയിൽ പാടാറുള്ളത്. നമ്മൾ പറഞ്ഞു 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഗാന്ധിജിയും നെഹ്റുവുമുള്ള ആ കാലഘട്ടത്തിന് ശേഷം 2025 വരെ എല്ലാ പരിപാടികളും ഈ സ്വാതന്ത്ര്യ ദിനവും അല്ല റിപ്പബ്ലിക് ദിനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ രണ്ട് ചരണങ്ങൾ മാത്രമാണ് പറയുക. ലളിതമായി പറഞ്ഞാൽ ആദ്യ രണ്ട് ചരണങ്ങളിൽ ഇന്ത്യയുടെ പ്രകൃതി സൗന്ദര്യവും സമൃദ്ധിയും മാതൃഭൂമിയുടെ സ്നേഹവുമാണ് പ്രധാനമായി പാടുന്നത്. വന്ദേ മാതരം എന്നതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു, മാതാവേ നിന്നെ ഞാൻ വണങ്ങുന്നു. മാതാവ് എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ മാതാവായിട്ട് സങ്കല്പിച്ചു കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ പറയുന്നത്. ഇനി മൂന്നാമത്തെ ചരണം മുതലാണ് പിന്നെ വിഷയങ്ങൾ വരുന്നത്. അഞ്ചാമത്തെ ചരണമാണ് വലിയ രീതിയിലുള്ള വിവാദമാകുന്നത്. അത് നമുക്ക് നോക്കാം. നമ്മളതിൻ്റെ ബംഗാളി കീർത്തനങ്ങൾ പാടുന്നില്ല, പാടി എന്താണെങ്കിലും തെറ്റും, പിന്നെ വെറുതെ പാടണ്ടല്ലോ. അതിൻ്റെ മലയാള ഭാഗങ്ങൾ മാത്രം പറയാം. മൂന്നാം ചരണം ജനങ്ങളുടെ ശക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയാണ് അതിൽ പറയുന്നത്. കോടിക്കണക്കിന് ജനങ്ങളുടെ ശബ്ദവും കോടിക്കണക്കിന് കൈകളുടെ ശക്തിയുമുള്ള രാജ്യമാണ് ഭാരതം. അതിനാൽ ഈ മാതൃഭൂമിയെ ആരും ദുർബലമായി കാണരുതെന്നാണ് കവി പറയുന്നത്. അതിൻ്റെ സാരം പറയുന്നത് കോടിക്കണക്കിന് ജനങ്ങളുടെ ഐക്യവും ശക്തിയും തന്നെയാണ് ഭാരതത്തിൻ്റെ ശക്തി. ഇതാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ ചരണം എന്ന് പറഞ്ഞാൽ അറിവും ധർമ്മവും. മാതൃഭൂമിയെ കവി അറിവിൻ്റെയും ധർമ്മത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും രൂപമായി കാണുന്നു. മനുഷ്യരുടെ ചിന്തയിലും പ്രവർത്തനങ്ങളിലും നിലകൊള്ളുന്ന ശക്തിയായി മാതൃഭൂമിയെ സങ്കല്പിക്കുന്നു. അതിൻ്റെ സാരാംശം വരുന്നത് ഇങ്ങനെയാണ്: ഭാരതം വെറും ഭൂമിയല്ല, അറിവിൻ്റെയും ധർമ്മത്തിൻ്റെയും ആത്മീയ ശക്തിയുടെയും പ്രതീകമാണ്. ഇതാണ് നാലെണ്ണം പറഞ്ഞത്. ഇനി അഞ്ചാമത്തതാണ് വിഷയമായി വരുന്നത്. മതേതരത്വ സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. വ്യത്യസ്ത മതവിശ്വാസികൾ ജീവിക്കുന്ന രാജ്യമാകുന്ന സമയത്ത് അതൊരു മതത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ 5 മുതൽ അല്ലെങ്കിൽ 5 പറയുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ചെല്ലുന്നത് ഉചിതമല്ല എന്ന് നെഹ്റുവിൻ്റെ കാലത്ത് അഭിപ്രായം ഉണ്ടായി. ഗാന്ധിജിയുടെ ഗാന്ധിജിയും നെഹ്റുവിൻ്റെ കുറേ കാലഘട്ടമാണല്ലോ. അതിനുശേഷം ഇന്ദിരാഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും ശേഷിക്കപ്പെടുന്ന പ്രധാനമന്ത്രിമാരും ഇത് ചെല്ലാൻ മടി കാണിച്ചിട്ടില്ല. അത് ഇപ്പോൾ 2025 അതായത് BJP 2025 അല്ലല്ലോ ഉണ്ട്, 86 കാലഘട്ടത്തിൽ തന്നെ BJP ഉണ്ട്. BJP ഇത് പറഞ്ഞിട്ടില്ല. 86 BJP പ്രാവശ്യം ഭരിച്ചിട്ടുണ്ട്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തോ ഈ LK അദ്വാനി ഈ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആ കാലഘട്ടത്തിലൊന്നും ഇത് പറയാത്തൊരു കാര്യങ്ങളാണ് ഇപ്പോൾ BJP പറയുന്നത് എന്നതിലാണ് ഈ അഭിപ്രായ ഭിന്നതകൾ കാര്യങ്ങൾ നിൽക്കുന്നത്. 2025 മുൻപ് ഈ പറയപ്പെട്ട സാക്ഷാൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇവിടുത്തെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ആ സമയത്തും അത് പറഞ്ഞിട്ടില്ല, അവിടെ അത് ചെല്ലിയിട്ടുമില്ല. ഇപ്പം പിന്നെ ഇത് ചെല്ലേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പം ചോദിക്കപ്പെടുന്നത്. 5ാം ചരണം എന്ന് പറയുന്നത് ദുർഗ, ലക്ഷ്മി, സരസ്വതി. ഇവിടെ മാതൃഭൂമിയെ ദേവി പ്രതീകങ്ങളായി താരതമ്യം ചെയ്യുന്നു. അതാണ് ഇവിടെ വിഷയം വരുന്നത്. പറയുന്നതിൻ്റെ വിഷയങ്ങൾ അതാണ്. ദുർഗ ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകം. ലക്ഷ്മി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകം. സരസ്വതി അറിവിൻ്റെയും വിദ്യയുടെയും പ്രതീകം. അതിനാൽ ഭാരത മാതാവിൽ ശക്തി, സമ്പത്ത്, അറിവ് എന്നിവ ഒരുമിച്ചുണ്ടെന്ന് കവി അവതരിപ്പിക്കുന്നു. പ്രധാനമന്ത്രിയുടെ 2025 ഔദ്യോഗിക പ്രസംഗത്തിലും ഈ ഭാഗത്തെ സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ പ്രതീകങ്ങളായി വിശദീകരിച്ചിട്ടുണ്ട്. അറിവും സമൃദ്ധിയും ശക്തിയും നൽകുന്ന മാതൃഭൂമിയെ വണങ്ങുന്നു. അതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അറിവും സമൃദ്ധിയും ശക്തിയും നൽകുന്ന മാതൃഭൂമിയെ വണങ്ങുന്നു. അതിന് 3 ദേവികളുടെ പേര് വെച്ചുകൊണ്ട് അതിനെ രാജ്യവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാണ് അതേക്കുറിച്ചുള്ള വിശദീകരണത്തിൽ പറയുന്നത്. ഇനി 6ാമത്തെ ചരണം മാതൃഭൂമിയുടെ മഹത്വവും ആരാധനയും. അവസാന ഭാഗത്ത് മാതൃഭൂമിയുടെ മനോഹരിത, പച്ചപ്പ്, സമൃദ്ധി, സ്നേഹം എന്നിവ വീണ്ടും ഉയർത്തിക്കാട്ടുന്നു. മാതൃഭൂമി മക്കളെ പോറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മാതാവായി അവതരിപ്പിക്കപ്പെടുന്നു.
അതിൻ്റെ സാരാംശം പറയുന്നത് എങ്ങനെയാണ്? ജീവനും സമൃദ്ധിയും സംരക്ഷണവും നൽകുന്ന ഭാരതമാതാവിനെ പൂർണ്ണ ഭക്തിയോടെ വണങ്ങുന്നു. 6 ചരണങ്ങളുടെയും മൊത്തത്തിലുള്ള ആശയം വന്ദേ മാതരം എന്നത് വെറും ഭാരതത്തെ വണങ്ങുന്നു എന്ന അർത്ഥത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. പൂർണ്ണ കൃതിയിൽ ഭാരതത്തെ ഒരു മാതാവായി സങ്കല്പിച്ചുകൊണ്ട് പ്രകൃതി, സമൃദ്ധി, ജനശക്തി, അറിവ്, സമ്പത്ത്, ശക്തി, മാതൃഭൂമി എന്നിങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ മഹത്വങ്ങളെയാണ് കവി അവതരിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരും ഗാനത്തിൻ്റെ അടിസ്ഥാന ആശയമായി ഈ മാതൃഭൂമിയെ ശക്തി, സമൃദ്ധി, ദൈവികത എന്നിവയുടെ പ്രതിരൂപമായി കാണുന്നതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണഗതി 2 ചരണങ്ങൾ പാടിക്കൊണ്ട് ആ വിഷയങ്ങൾ ദേശീയത ഉയർത്തിക്കൊണ്ട് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇപ്പോഴത്തെ BJPയുടെ വലിയ രീതിയിൽ പൊടുന്നതിനുള്ളൊരു മാറ്റം അതെന്താണെന്നുള്ളതാണ്. അത് രാഷ്ട്രീയപരമായി നോക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ഭാഷയിൽ കോൺഗ്രസിൻ്റെ രീതിയിൽ സംസാരിച്ചാൽ BJPക്ക് ഒരിക്കലും നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. മതേതരത്തെക്കുറിച്ചോ ജനാധിപത്യത്തെക്കുറിച്ചോ അതിന് സംവിധാന കാര്യത്തെക്കുറിച്ചോ മാത്രമാണ് BJP പറയുന്നതെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. വർഗീയതയിൽ ഊന്നിയിരിക്കുന്ന സംസാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിലൊക്കെ വിവാദമാക്കി ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ രാഷ്ട്രീയപരമായ രീതിയിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ട് ഏതാണ് വിവാദം ഉണ്ടാക്കാൻ പറ്റുക, ഏതാണ് ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലാക്കുക, എതിർ വിഭാഗത്തെ എങ്ങനെയാണ് അലോസരപ്പെടുത്തുക എന്നതിനെക്കുറിച്ച് ആലോചിച്ച് നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കുക. പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം ഉണ്ടായാൽ നിയമമായി, അത് യാതൊരു വിഷയവുമില്ല. അത് രാഷ്ട്രപതി ഒപ്പിട്ടാൽ വ്യവസ്ഥയായി. അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് വരുന്നത്. അപ്പോൾ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ 1 മുതൽ 2 വരെ ഗാന്ധിജിയും നെഹ്റുവും ആ കാലഘട്ടത്തിൽ തുടർന്ന് പോകുന്നത്. 2025 വരെ പ്രശ്നങ്ങളില്ലായിരുന്നു. 25-ന് ശേഷമാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായത് എന്ന് കൂടി നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.